9-ാം നാളായ ഉത്രാടം നാളിൽ തൃക്കാക്കരയിൽ പോകണം എന്നൊരു ചൊല്ലുണ്ട്. ഉത്രാട നാൾ മുതൽ പൊതു അവധിയാകും. ഉത്രാടമാണ് 1-ാം ഓണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലട. അപ്പോൾ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കുക്കറിൽ പാലട ഉണ്ടാക്കാം. നമ്മൾ എല്ലാ സദ്യക്കും ഒഴിച്ചുകൂടാനാവാത്ത പായസമാണ് പാലട. 2-3 തരം പായസം ഉണ്ടെങ്കിലും അതിലൊന്ന് എന്തായാലും പാലടയായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം പാൽപ്പായസം ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് പാലട കുക്കറിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അട, ചെറിയ അട, പഞ്ചസാര, പാല്, ഇത് 3 ഐറ്റംസ് മാത്രം മതി നമുക്കൊരു പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അട ആദ്യം നമ്മൾ ചൂടുള്ള വെള്ളത്തിലേക്ക് നല്ലോണം വെള്ളം തിളപ്പിക്കുക. ഒരു 2 കപ്പ് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ ഈ റെഡിമെയ്ഡ് അട ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. അത് അടയുടെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അട വെന്ത് കിട്ടും. അപ്പോൾ അതേമാതിരി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് 10 മിനിറ്റ് കുതിർത്ത് കഴുകി വരി വെച്ചിരിക്കുന്ന അടയാണിത്. ഈ അട 100 ഗ്രാം, പഞ്ചസാര 200 ഗ്രാം, പാൽ 1 ലിറ്റർ. അപ്പോൾ ഈ 3 ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് പാലട ഉണ്ടാക്കാം. നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മൾ പാലട ആദ്യം ഉണ്ടാക്കാൻ പോവാം. നമ്മൾ ആദ്യം കുക്കർ നമ്മളുടെ സ്റ്റൗവിലേക്ക് വെച്ചു. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ആദ്യം അട ഇടാം. അടയിട്ടു. ഇനി അതിൻ്റെ കൂടെ പഞ്ചസാര. പാൽപ്പായസത്തിന് നമ്മൾ ഉണക്കലരി ഇട്ട പോലെ തന്നെ നമ്മൾ പാലടയ്ക്ക് അടയിടണം. അട തിളച്ച വെള്ളത്തിലിട്ടൊരു 10 മിനിറ്റ് ഇട്ട് തിളപ്പിക്കണ്ട. നമ്മൾ 10 മിനിറ്റ് തിളച്ചതിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി നമ്മൾ ഈ അടയും പഞ്ചസാര ഇട്ടതിൻ്റെ കൂടെ 1/2 ലിറ്റർ പാലൊഴിക്കാം. 1/2 ലിറ്റർ പാലൊഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചു. ഇനി നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയൊരാവി വരുമ്പോൾ തന്നെ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടു. ഇനി ഇതൊരു അരമണിക്കൂർ ഇതിലിരുന്ന് നല്ലോണം വറ്റും. നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കിയപ്പോൾ ആദ്യമേ തന്നെ വെയിറ്റ് ഇട്ടായിരുന്നു. ആവി വരാൻ വേണ്ടിയിട്ട് നിന്നില്ല. ആദ്യമേ തന്നെ വെയിറ്റ് ഇട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ 45 മിനിറ്റ് വെച്ചത്. ഇത് നമ്മൾ ചെറിയൊരാവി വരുമ്പോൾ, കാരണം അട വേവിച്ചതായതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരാവി വരുമ്പോൾ വെയിറ്റ് ഇട്ടാൽ മതി. ചെറിയ തീയിൽ നമ്മളൊരു അരമണിക്കൂർ വയ്ക്കണം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാലട റെഡിയാവും. നമ്മുടെ പാലട റെഡിയായി. അരമണിക്കൂറായി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പാലട റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. നമ്മുടെ പാലട റെഡിയായി. പിന്നെ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കി, പാലട ഉണ്ടാക്കി. രണ്ടും ഒരേപോലെ തന്നെ നമ്മളുണ്ടാക്കിയത്. കുക്കറിൽ പാലട അരമണിക്കൂർ, പാൽപ്പായസം 3/4 മണിക്കൂർ. നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. പണ്ടൊക്കെ ഇപ്പോൾ നമുക്ക് പാക്കറ്റിൽ റെഡിമെയ്ഡ് അട വാങ്ങാൻ കിട്ടും. തിളച്ച വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. പക്ഷേ ശരിക്കുള്ള പാലട പണ്ടത്തേക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല കീറി ഉണക്കലരി അരച്ച് അതിലിങ്ങനെ നമ്മളിങ്ങനെ പരട്ടി വെച്ച് അട പോലെ വെച്ച് അത് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് പിന്നെ കൊത്തി എരിഞ്ഞ് അതൊരു വലിയ പ്രൊസീജിയറാണ്. നമുക്കിപ്പം അതൊന്നുമില്ലാതെ തന്നെ ഈ വാങ്ങുന്ന അട കൊണ്ട് തന്നെ നല്ല സ്വാദുള്ള ഒരു പാലട ഉണ്ടാക്കാം. മൈദയുടെ അട കിട്ടും, റൈസിൻ്റെ അട കിട്ടും. അരിയുടെ അട മാത്രമേ വാങ്ങിക്കാവുള്ളൂ. മൈദയുടെ അട വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വാങ്ങിയ അട വെച്ചിട്ട് നല്ല സ്വാദുള്ളൊരു പാലട ഉണ്ടാക്കിയിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ പാൽപ്പായസം, പാലട, 2 പായസം, 2 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ നല്ല സ്വാദുള്ളൊരു പായസം